പേരറിയാത്തൊരു പെൺകിടാവേ, നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പക്കതിരിൻ്റെ നിറമാണ്, പേടിച്ച പേടമാൻ മിഴിയാണ്. മക്കളെ, ഈ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാരാണ് എഴുതിയതെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ ഒരു കവിത കൂടെ ചൊല്ലാവേ. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മ വിട്ടെവിടേക്കു പോകുവാനല്ലയുണ്ണി, ഇവിടെ ഈ ഉമ്മറത്തില്ലെങ്കിലും ഇവിടെ എവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാം. നേരത്തെ കേട്ട കവിത എഴുതിയ അതേ ആള് തന്നെയാണ് ഈ കവിതയും എഴുതിയിരിക്കുന്നത്. കേട്ടിട്ടുണ്ടോ? 9 പേരവർ കൽപ്പണിക്കാർ, ഒരമ്മ പെറ്റവരായിരുന്നു. 9 പേരവർ കൽപ്പണിക്കാർ, 9 മെയ്യും ഒരു മനസ്സും. മലയാളത്തിലെ വളരെ പ്രശസ്തമായൊരു കവിതയാണിത്. ഇതൊക്കെ എഴുതിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒറ്റപ്ലാക്കിൽ നീലകണ്ഠൻ വേലിക്കുറുപ്പ് എന്ന ONV കുറുപ്പാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തിൽ കഥ പഠിക്കാറുണ്ട്, കവിത പഠിക്കാറുണ്ട്, ലേഖനങ്ങളും ജീവചരിത്രവും യാത്രാവിവരണവും ഒക്കെ നമ്മുടെ ഭാഗമായിട്ട്, പാഠപുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ എഴുതിയത്, ഇപ്പോൾ കഥ ആണെങ്കിൽ ആ കഥ എഴുതിയ കഥാകൃത്തിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. കവിത ആരാണ് എഴുതിയത്, അദ്ദേഹത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലഘു ജീവചരിത്രക്കുറിപ്പ് എഴുതുക. അപ്പോൾ നമ്മൾ പാഠത്തിലുള്ള കവിതയും ആ എഴുതിയ ആളെ മാത്രം അറിഞ്ഞാൽ പോരല്ലേ, അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളെയും അദ്ദേഹത്തിൻ്റെ ജനനം, അതുപോലെ പുരസ്കാരങ്ങൾ, അദ്ദേഹത്തിന് കിട്ടിയ അതിന് മുൻപ് കിട്ടിയ ഇത് സാഹിത്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റ് രംഗത്ത് അദ്ദേഹത്തിൻ്റെ സ്വാധീനം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്കൊരു ലഘു ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ നമുക്ക് കഴിയുകയുള്ളൂ അല്ലേ? അതിനെന്താണ് വേണ്ടത്? പരന്ന വായന വേണം. ഒപ്പം നമുക്ക് സ്കൂളിലെ ക്ലാസ്സുകൾക്കപ്പുറം മറ്റ് പല രീതിയിലും നമ്മൾ എന്ത് ചെയ്യണം? നേടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. ഇതുവരെ നിങ്ങളൊരു ട്യൂഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിലോ ജോയിൻ ചെയ്യാത്ത മക്കളാണെങ്കിൽ നമ്മുടെ സൈലത്തിന് 5ാം ക്ലാസ്സിലൊരു പ്രത്യേക ബാച്ച് ഉണ്ട്. വളരെ അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നൊരു ബാച്ചാണ് കേട്ടോ. ഇവിടെ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതേപോലെ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റായിട്ട് അവിടെ നടത്തും. ഇത്തരത്തിൽ ടീച്ചർ ഇതിൻ്റെ തൊട്ട് മുൻപ് പറഞ്ഞ കവിതകൾ പോലെ, കഥകൾ പോലെ ഒരുപാട് കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഭാഷ പഠിക്കുമ്പോൾ മാത്രമല്ല, മറ്റെല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്കിത് ലഭ്യമാണ്. കാരണം ഒരു കോൺക്രീറ്റ് ലേണിംഗ് ആണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ ട്യൂഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വലിയ ഫീ ആവും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഒരു വർഷത്തേക്ക് വെറും 2499 രൂപ മാത്രമാണ് ഇതിൻ്റെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അവിടെ പറ്റും കേട്ടോ. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്ത മക്കൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക. പാഠപുസ്തകങ്ങളൊക്കെ സ്കൂളിൽ തുറന്ന ആ സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിലെത്തുമല്ലോ. അപ്പോൾ അതിനു മുൻപേ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാക്കി വെക്കാം? പാഠത്തെക്കുറിച്ചും അതുപോലെ തന്നെ പാഠ്യേതര കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയയും കൂടെ നമ്മുടെ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേക ബാച്ചിൽ ജോയിൻ ചെയ്യണം. ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവും കേട്ടോ.